ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും, നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു 2 ടയർ കേക്കിൻ്റെ ഡെക്കറേഷനുമായിട്ടാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു കേക്ക് ഞാൻ റീൽസായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ തന്നെ കുറച്ച് പേരെങ്കിലും ഇതിൻ്റെ കളർ എങ്ങനെ ചെയ്താണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ആയിട്ട് ഞാൻ വോയിസ് കൊടുക്കാമെന്ന് കരുതി. അപ്പോൾ ഇത് വന്നിട്ട് 2 kg ചെയ്തിട്ടുള്ള ബ്ലൂബെറി കേക്കാണ് കേട്ടോ. ഗ്രൂം ടു ബി തീമിലാണ് ഈ ഒരു കേക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. പിന്നെ കസ്റ്റമർ പറഞ്ഞിട്ടുള്ള കളറാണ് കേട്ടോ ഇതിൽ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇത് 8 കോഴിമുട്ടയിൽ 2 kg ബാറ്റർ ഒരേ സമയം ബേക്ക് ചെയ്തെടുത്തിട്ടുള്ളതാണ്. 8 ഇഞ്ചിൻ്റെ 2 പാനിലും അതുപോലെ തന്നെ 5 ഇഞ്ചിൻ്റെ 2 പാനിലുമായിട്ട് ഒരേ സമയം ഓവനിൽ വെച്ചിട്ട് ബേക്ക് ചെയ്തെടുത്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ കസ്റ്റമർ പറഞ്ഞിട്ടുള്ളത് റോസ് ഗോൾഡ് കളറും അതുപോലെ തന്നെ ബ്ലാക്ക് കളർ, ഈ ഒരു 2 കളർ കേക്കിൽ വരണമെന്നായിരുന്നു. ബാക്കി നമ്മളെ ഇഷ്ടത്തിന് ആയിട്ട് ഡെക്കറേഷൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബ്ലാക്ക് കളർ ഒരു കേക്കുമ്പോൾ ഫുള്ളായിട്ടൊക്കെ കൊടുക്കണമെങ്കിൽ അത്യാവശ്യം ഒരുപാട് കളർ വേണം. പിന്നെ അതുപോലെ തന്നെ കളറൊക്കെ ഒരുപാട് ചേർത്തിട്ടുണ്ടെങ്കിൽ അത് കയ്യിലും നാവിലും ഒക്കെ പറ്റാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൽ ഞാൻ ബ്ലാക്ക് കുറച്ച് ലൈറ്റ് ഷെയ്ഡായിട്ട് കൊടുക്കുന്ന രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ റോസ് ഗോൾഡ് 2 കേക്കിലും ഫുള്ളായിട്ട് ഇതുപോലെ കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ റോസ് ഗോൾഡ് കിട്ടാനായിട്ട് ഞാൻ ചെയ്തിട്ടുള്ളത് റെഡും അതുപോലെ തന്നെ യെല്ലോയും കൂടി മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ ഈ ഒരു കളർ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഞാനിതിൻ്റെ മുന്നേ ഒരു റൊണാൾഡോൻ്റെ തീമിൽ ഒരു കേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, റെഡും അതുപോലെ തന്നെ ഗ്രീനും വെച്ചിട്ട്. അതൊക്കെ നല്ല ഡാർക്ക് കളറായിരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇത്രയും കളറൊക്കെ എന്തിനാണ് കേക്കിന് കൊടുക്കുന്നത്, അത് കേടല്ലേ അങ്ങനെ എങ്ങനെയെന്നൊക്കെ. പക്ഷേ നമ്മളൊരിക്കലും നമ്മളെ ഇഷ്ടത്തിനല്ല കേട്ടോ ഈ ഒരു കേക്കൊന്നും ചെയ്യുന്നത്. ഓരോ കസ്റ്റമറും നമ്മളടുത്ത് പറയുന്ന കളർ അനുസരിച്ചിട്ടാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ പിന്നെ അത്യാവശ്യം കളർ അവർ പറയുമ്പോൾ നമ്മൾ അതിലേക്ക് ചേർത്താലേ ആ ഒരു കളർ കിട്ടുള്ളൂ. പിന്നെയെന്ന് വെച്ചാൽ ഒരു കേക്ക് എന്തായാലും ഒരാൾ ഫുള്ളായിട്ട് കഴിക്കില്ലല്ലോ. ഓരോരുത്തർ ഒരു പീസ് 2 പീസൊക്കെ അല്ല, എല്ലാവരും കൂടി കട്ട് ചെയ്ത് കഴിക്കുകയല്ലേ ചെയ്യണത്. പിന്നെ അവർ പറയുന്ന കളർ പറയുമ്പോൾ മാത്രമേ നമ്മളിങ്ങനെ ചെയ്യാറുള്ളൂ, അല്ലാണ്ട് നമ്മളെ ഇഷ്ടത്തിനൊന്നും ബ്ലാക്ക് കളർ വേണമെന്ന് പറഞ്ഞപ്പോഴും ഞാൻ അതൊരു ഷെയ്ഡായിട്ട് മാത്രം കേട്ടോ കൊടുക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. കാരണം ബ്ലാക്ക് കിട്ടണമെങ്കിൽ ബ്ലാക്ക് കളർ കിട്ടണമെന്നുണ്ടെങ്കിൽ കുറഞ്ഞ ക്രീമിൽ കുറച്ചധികം ഡ്രോപ്സ് ഇട്ടിച്ചാലേ നമുക്ക് ഈ ഒരു ഡാർക്ക് ബ്ലാക്ക് കിട്ടുന്നുണ്ട്. അല്ലെങ്കിൽ പിന്നെ നമ്മൾ എയർ ബ്രഷ് ഒക്കെ ചെയ്യേണ്ടി വരും. അപ്പോഴും ഒരു കേക്ക് ഫുള്ളായിട്ടൊക്കെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഞാനിതാ ഇതുപോലെ കുറച്ച് ക്രീമിൽ എടുത്തിട്ട് ഇതുപോലെ ഒരു ലൈൻ വരച്ചെടുത്തിട്ട് ഇങ്ങനെ മുകളിലേക്ക് വരച്ചെടുക്കണം ഈ ഒരു ഡെക്കറേഷൻ കേട്ടോ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 2 കേക്കിലും സെയിം ഡെക്കറേഷൻ തന്നെയാണ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ വന്നിട്ട് ഇതിൽ എന്താ പറയുക, കുറച്ച് 2 ഫ്ലവറും അതുപോലെ തന്നെ ടോപ്പറും വെച്ച് കൊടുക്കണുള്ളൂ കേട്ടോ. ബ്രൈഡല്ല, ഗ്രൂം ട്യൂബിൻ്റെ ടോപ്പറും വെച്ച് കൊടുക്കണുള്ളൂ. അത് രണ്ടാണ് ഡെക്കറേഷനായിട്ട് വരുന്നുള്ളൂ. പിന്നെ കുറച്ച് എനിക്ക് ഈ ഒരു 2 കളർ കോമ്പിനേഷനിൽ ചെയ്തപ്പോൾ എനിക്ക് അത്ര കണ്ട് ഈ കേക്കിന് ഇഷ്ടമായിട്ടില്ല കേട്ടോ. അപ്പോൾ കസ്റ്റമർ പറഞ്ഞ കളർ ആയതുകൊണ്ട് ഇതുപോലെ ചെയ്തതേ ഉള്ളൂ. ഒന്ന് കമൻറ്റ് ചെയ്യണേ. എനിക്ക് സത്യത്തിൽ ഞാൻ ചെയ്തതിൽ ഏറ്റവും ഇഷ്ടപ്പെടാത്തൊരു കളറായിട്ടാണ് തോന്നിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ കസ്റ്റമർ അവരുടെ ഡ്രസ്സിൻ്റെ കളറൊക്കെ അനുസരിച്ചിട്ടാണല്ലോ നമ്മളോട് ഒരു കേക്ക് സെലക്ട് ചെയ്യണത്. ഇനി ഞാൻ ഈ ഒരു കേക്ക് സ്റ്റാക്ക് ചെയ്യാൻ നേരത്തെ ഇത്തിരി നേരം പതറി പോകുന്നുണ്ട്. അത് മറ്റൊന്നും കൊണ്ടല്ല, ബാക്കിൽ നിങ്ങൾ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ശ്രദ്ധിച്ച് നോക്കുമോ. ഈ വോയിസ് ഞാൻ കട്ടാകാതെ ഇടാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, ഞാൻ റീൽസ് ഇട്ട ടൈമിൽ അതിന് ഞാൻ മോള് സ്ക്രോളിൽ ഇരിക്കുന്നത് കാണിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ റീൽസിൽ മ്യൂസിക് കൊടുത്ത കാരണം തന്നെ അവിടെ കരയാതിരിക്കുക എന്നിട്ട് എല്ലാവരും കരുതിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എൻ്റെ അടുത്ത് ഫ്രണ്ട്സ് ചോദിച്ചിട്ടുണ്ടായിരുന്നു, മോള് നല്ല കുട്ടിയായിട്ട് അതിലിരിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു അതിൻ്റെ ഒറിജിനൽ സൗണ്ട് ഞാൻ കാണിച്ചു തരട്ടെ എന്ന് വെച്ചിട്ട് ഞാനിത് അവർക്ക് കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കൂടി കാണിച്ചു തരാമെന്ന് കരുതി. വീട്ടിൽ ഈ ഒരു ഇത് സ്റ്റാക്ക് ചെയ്യുന്ന ടൈമിൽ ആരും ഉണ്ടായിരുന്നില്ല മോളെ പിടിക്കാനായിട്ട്. അപ്പോൾ ഞാൻ സ്ക്രോളിൽ ഇരുത്തിയിട്ട് അങ്ങനെ ഒരു ടൈമായപ്പോൾ അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആൾ നല്ല കരച്ചിലായിരുന്നു. അപ്പോൾ ഞാൻ ഈ കേക്ക് എടുത്ത് വെക്കണോ അതോ ഇവിടെ പിടിക്കണോ എന്നുള്ള കൺഫ്യൂഷനിലായിരുന്നു. പിന്നെ കേക്ക് കയ്യിലെടുത്ത് കഴിഞ്ഞാൽ പിന്നെ അതിലേക്ക് തിരിച്ച് വെക്കാനൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ ഏതായാലും അവൾ അവിടെ കരയണമെങ്കിൽ കരയട്ടെ, വീടൊന്നും ചെയ്യില്ല എന്നുള്ള അറിയായിരുന്നു. ഞാനവിടെ നിന്ന് ബഹളമൊക്കെ വെക്കുന്നുണ്ട്, മോനെ പേരൊക്കെ വിളിക്കുന്നുണ്ട്. പക്ഷേ മോനൊന്നും വീട്ടിലില്ല. അവളെ എങ്ങനെയെങ്കിലും മിണ്ടാതിരിക്കുമോ നോക്കിയത് കേട്ടോ. കയ്യിൽ വെറുതെ ബോട്ടിലിൽ പച്ചവെള്ളം നിറച്ച് കൊടുത്തതായിരുന്നു. അപ്പോൾ ആളത് ഇങ്ങനെ കുടിക്കുന്നുണ്ട്. അപ്പോൾ കുറച്ചധികം നല്ല ടാസ്ക്കാണ് കേട്ടോ ഈ ഒരു കേക്കൊക്കെ ചെയ്തെടുക്കുകയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. മോളെയും വെച്ചിട്ട് ചെയ്യുമ്പോൾ നല്ല ടാസ്ക്കാണ്. പക്ഷേ എന്തോ ആ ഒരു ഇഷ്ടത്തോട് കൂടി ചെയ്യുന്നതാണ്. അപ്പോൾ ഒത്തിരി ബുദ്ധിമുട്ടിയാലും കുഴപ്പമില്ലാന്ന് വിചാരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതാണ് എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ്. ഇത് ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്തിട്ട് കൂട്ടാക്കാം കേട്ടോ. പിന്നെ ഇതിലൂടെ നിങ്ങൾക്ക് കേക്ക് ഓർഡർ ആക്കണമെന്നുണ്ടെങ്കിൽ ഓർഡർ ആക്കാം. അപ്പോൾ മറ്റൊരു നല്ലൊരു വീഡിയോ ആയി കാണുന്നവരേക്കും ബൈ ബൈ.